ഇടുക്കി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ദൈനംദിന ചെലവുകളിൽ കൃത്രിമം കാട്ടി ലക്ഷം തട്ടിയെടുത്ത മുൻ അക്കൗണ്ടന്റിനെ സസ്പെൻഡ് ചെയ്തു. നിലവിൽ പീരുമേട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായ PB ബിനോയിയെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. 176 രൂപയുടെ ബിൽ 10,176 രൂപയുടെ ചെക്കാക്കി പാസാക്കിയതായി കണ്ടെത്തിയിരുന്നു. 2023 ജൂലൈ മുതൽ 2024 ഒക്ടോബർ വരെയാണ് നെടുങ്കണ്ടം പഞ്ചായത്തിലെ ദൈനംദിന ചെലവുകളിൽ തിരിമറി നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കാലയളവിൽ അക്കൗണ്ടന്റായി സേവനമനുഷ്ഠിച്ചിരുന്ന PB ബിനോയ് ബില്ലുകളിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തി പണം തട്ടിയെടുക്കുകയായിരുന്നു. ആകെ 55 ചെക്കുകളിൽ കൃത്രിമം കാട്ടി 8,14,000 രൂപ തട്ടിയെടുത്തു. 200ഉം 300ഉം മാത്രമുള്ള ബില്ലുകൾക്ക് 10,000-ലധികം രൂപയുടെ ചെക്കുകളാണ് മാറിയത്. സംഭവത്തിൽ ജില്ലാ ജോയിന്റ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി PB ബിനോയിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. 2024 ഡിസംബർ മാസത്തിൽ പുതിയതായി ചുമതലയേറ്റ അക്കൗണ്ടന്റിനോട് നിലവിലുള്ള കുടിശ്ശിക ഫയലുകൾ തീർപ്പാക്കുന്നതിനും കണക്കുകൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുമ്പാകെ അവതരിപ്പിക്കുന്നതിനും നിർദ്ദേശിച്ചതനുസരിച്ച് ഇയാൾ നടത്തിയ പരിശോധനയിൽ ചില ക്രമക്കേടുകളുള്ളതായി സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഭ്യമായ വൗച്ചറുകളും ILGMസിലെ രേഖപ്പെടുത്തലും ബിൽ രജിസ്റ്ററും പരിശോധിച്ചു ചില ഫയലുകളിൽ പ്രകടമായ ക്രമക്കേടുകൾ കണ്ടെത്തി യഥാർത്ഥ രേഖകളും ബാങ്ക് രേഖകളും തമ്മിൽ വ്യത്യാസമുള്ളതായി മനസ്സിലാക്കിയതിനാൽ 2024 ഏപ്രിൽ മുതലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റും ക്യാഷായി മാറിയ ചെക്കുകളുടെ ഫോട്ടോ കോപ്പികളും തമ്മിൽ പരിശോധിച്ചപ്പോൾ 55 ചെക്കുകളിൽ കൃത്രിമം കാട്ടി ഏകദേശം നിലവിൽ ഇതുവരെ 8,14,000 രൂപ അധികമായി തട്ടിയെടുത്തുള്ളതായി കണ്ടെത്തി പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ആയുധ പരിശോധന നടത്തി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ സസ്പെൻഡ് ചെയ്തതിന് ഉത്തരവായിട്ടുണ്ട്. ജീവനക്കാരുടെ കസേരയിൽ ടർക്കി വാങ്ങിയ വകയിൽ ചെലവായ 650 രൂപ 5,680ആയും തെരുവ് നായ്ക്കളെ പിടിക്കുന്നതിനുള്ള റിംഗ് നിർമ്മിച്ചതിനുള്ള 1,930 രൂപ 11,930 രൂപയായും ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് ചാണകം വാങ്ങിയ വകയിൽ ചെലവായ 3,000 രൂപയ്ക്ക് പകരം 13,000 രൂപയും മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയത്. കൂടുതലായും വൈദ്യുതി ബില്ലുകളിലാണ് ക്രമക്കേട് നടത്തിയത്. 2024 ഒക്ടോബറിൽ നെടുങ്കണ്ടത്ത് നിന്ന് സ്ഥലം മാറിപ്പോയ ബിനോയ് നിലവിൽ പീരുമേട് പഞ്ചായത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇയാൾക്കെതിരെ മുൻപും സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളും ജോലിയിൽ കൃത്യനിഷ്ഠയില്ലാത്തത് സംബന്ധിച്ച പരാതികളും ഉയർന്നിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.